എന്റെ പോലീസ് ജീവിതത്തെ തകിടം മറിക്കുന്ന മഹാദേവന്റെ തലയ്ക്ക് വില പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എത്ര ലക്ഷം രൂപ വേണമെങ്കിൽ ഞാൻ തരാം. ടൈഗർ വാസുവിന്റെ രോമത്തിൽ സ്പർശിക്കാൻ കരിമ്പുലി ആന്റണി ജീവിച്ചിരിക്കുമ്പോൾ അനുവദിക്കില്ല. ആദ്യം അവന്റെ കുടുംബം കത്തിച്ചാമ്പലാകണം. അവൻ എന്റെ കാലിൽ വന്ന് വീഴണം. ഇതിനു വേണ്ടി ടൈഗർ വാസുവിന് എന്ത് സെക്യൂരിറ്റി തരാൻ ഞാൻ തയ്യാറാ. എനിക്ക് ആവശ്യം അവന്റെ തലയാണ്. അവനെ ജീവനോടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ജനശ്രദ്ധ സാവകാശം അവനിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് രണ്ടുപേർക്കും ആപത്താണ്. തീവ്രവാദികളെ പിടിക്കും എന്നവൻ ശപഥം ചെയ്തിട്ടുണ്ടെങ്കിൽ തീവ്രവാദികളെ രക്ഷിക്കും എന്ന് ഞാൻ വാക്ക് തരുന്നു. മൂന്നാമതൊരു സ്ഫോടനം ഉണ്ടാകരുതെന്ന് മിനിസ്റ്റർ പറഞ്ഞുകൊണ്ടാണ് അവനിന്ന് ജീവിച്ചിരിക്കുന്നത്. കൊലപാതകം എനിക്കൊരു ഭാരമേ അല്ല. ദേ ഒരേ ഒരു ബോംബ്. ഇതുപോലെ ഡോക്ടർ ലക്ഷ്മിയുടെ വീടും ആന്റണി, താനും ടൈഗർ വാസും ഒക്കെ പറയുന്നത് പോലെ മഹാദേവനെ കൊല്ലണമെന്ന് പറഞ്ഞാൽ തൂങ്ങുന്നത് ഞാനാ. ഒന്നാമതേ ആ ബോംബ് സ്ഫോടനത്തിന്റെയും മദ്യദുരന്തത്തിന്റെയും പേരിൽ മന്ത്രിസഭ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇരിക്കുക. സാർ എന്റെ അവസ്ഥ കൂടെ ഒന്ന് മനസ്സിലാക്കണം. തൊപ്പി പോയി അവനിപ്പോ പ്രതികളെ 3-4 എണ്ണത്തെ പിടിച്ചു. ഈ തൊപ്പി വെച്ചോണ്ടിരിക്കണം ഞാൻ. അവൻ പിടിച്ചേരുന്ന പ്രതികളെ GP കയറ്റിക്കൊണ്ട് പോകുന്ന വെറും സാധാ കോൺസ്റ്റബിൾ എന്ന നിലയ്ക്ക് തരം താഴെയാണ് ഞാൻ. ഇനി അവനെ തകർത്തില്ലെങ്കിൽ അവൻ ടൈഗർ വാസുവിനും പൊക്കും, സാറിനും പൊക്കും. നിർത്തണോ, അറം പറ്റുന്ന വാക്കുകൾ പറയാതെ. താൻ ആ മഹാദേവനെ ഒതുക്കാൻ വേറെ വല്ല വഴി നോക്കും. പെർമിഷൻ തരൂ സാർ. നാട് റോട്ടിലിട്ട് അവനെ കത്തിക്കാം. കത്തിച്ചവനുണ്ടാവില്ല, ചത്തവനുണ്ടാവില്ല. ഓ, പിന്നെയും തനിക്ക് കത്തിക്കണം പോയക്കണം എന്നല്ലാതെ വേറൊന്നും തന്റെ പോലീസ് ബുദ്ധിയിൽ വരുന്നില്ലേ? എന്നാ പിന്നെ സാറിന്റെ മന്ത്രി ബുദ്ധിയിൽ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞതാ. പറയാം. ജീവനോടെ തന്നെ മഹാദേവന്റെ വഴി അടക്കണം. എന്തെങ്കിലും ഡ്രഗ്സ് അവന്റെ വീട്ടിൽ കൊണ്ടുവയ്ക്ക്. ആ പേരിൽ അവനെ പിടിച്ച് അകത്താക്ക്. പിന്നെ അവൻ ലോകം അവസാനിച്ചാലും പുറത്തു വരില്ല. സർ, ഇത് കഞ്ചാവാണ്. ഇതാ മഹാദേവന്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കട്ടെ. ആദ്യം അറസ്റ്റ് വാറണ്ട്. അവനെ നടു റോട്ടിലൂടെ വലിച്ചഴിച്ചതിന് ശേഷം മാത്രം മതി കഞ്ചാവ് അവന്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ. ഇനി 1 മണിക്കൂർ കൊണ്ട് മുസ്ലിം ആകണം. ഇന്ന് ഞാൻ പുറത്ത് പോയിട്ട് വരുമ്പോ ജമീലക്ക് ഈത്തപ്പഴം മേടിച്ചോണ്ട് വരും. നാരായണ, ചാച്ചി വിളിച്ചാ? ഈ ബാത്റൂം എല്ലാം ക്ലീൻ ചെയ്യാൻ അച്ഛൻ മറ്റൊരു വേലക്കാരിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഓ, അപ്പൊ ചേച്ചിയുടെ മുറി കിടക്കാൻ ഒരാളായി. എന്തിനാ പുതിയ ആള് നോക്കുന്നേ? ജമീലയല്ലേ പറഞ്ഞത് ബാത്റൂം ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ലെന്ന്. സാരമില്ല, ഞാൻ ക്ലീൻ ചെയ്തോളാം. ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ ചേച്ചി. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഡോക്ടറുടെ മുറി ഞാൻ കൂട്ടുകിടന്നോളാം. നാരായണ, വണ്ടിയെട്. മാറിക്കളഞ്ഞത്. അയ്യോ, പോകാം മോളെ. അച്ഛന്റെ നടുവേദന എങ്ങനെയുണ്ട്? നടുവിന് മാത്രമല്ല മോളെ, ദേഹമാസകലം വേദനയാ. കോട്ടയ്ക്ക് പോയി ഒന്ന് ചവിട്ടി തിരുമിയാലേ നേരെയാകത്തുള്ളൂ. ആ ജമീലേ, അച്ഛന്റെ ഡ്രസ്സൊക്കെ അലക്കിയിട്ടേക്കണേ. ആ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വന്നാ ഞാൻ അച്ഛനെ വിട്ടിട്ട് വരുമെന്ന് പറഞ്ഞേക്കണം. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുമോ? ഹലോ ദാസപ്പന, എന്താടാ? വേണ്ട വേണ്ട, DSP സാറിനോട് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞേക്ക്. 10 മിനിറ്റിനും വീടെല്ലാം പൊട്ടി മോളെ കൊണ്ട് സ്കൂളിലാക്കി ഞാൻ അങ്ങോട്ട് വന്നേക്കാം. പോരെ? സിസിലി, ആ ബെഡ് നമ്പർ 40 രോഗിയെ മാറ്റിയേക്ക്. ശരി ഡോക്ടർ. ഇത് ബുള്ളറ്റ് കൊണ്ട് മുറിവാണല്ലോ. അല്ല ഡോക്ടർ, ബൈക്കിൽ നിന്ന് വീണതാ. നോ നോ, ദിസ് ഈസ് ബുള്ളറ്റ് വോണ്ട്. പോലീസിനെ ഇൻഫോം ചെയ്യാതെ ഇത് അറ്റൻഡ് ചെയ്യരുത്. ഞാൻ ബൈക്കിൽ നിന്ന് വീണതാ ഡോക്ടർ. വീണത് ശരിയായിരിക്കാം, പക്ഷേ ഈ പാട് ബുള്ളറ്റിന്റേതാണ്. ജോസ്, ഗോ ആൻഡ് കോൾ ദി പോലീസ്. പോലീസിനൊന്നും വിളിക്കാൻ പറ്റില്ല. സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ ചെയ്യാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. ആരാ ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചെന്നറിയോ? ആരായാലും സാധ്യമല്ല. വിളിച്ചോണ്ട് പോണം മിസ്റ്റർ. ഡോക്ടർ,
അവരൽപ്പം കുഴപ്പക്കാരാ. അതുകൊണ്ടാ പോലീസിനെ വിളിക്കാൻ പറഞ്ഞത്. എന്തായി? അവർക്ക് കാര്യം മനസ്സിലായി. ഡോക്ടർ വില്യംസ് ഉണ്ടായിരുന്നില്ലേ? ഉവ്, പക്ഷെ പെട്ടെന്ന് തന്നെ ഡോക്ടർ ലക്ഷ്മി കയറി വന്നു. അവര് മഹാദേവന്റെ ഭാര്യയാണ്. ഓഹോ, അവന്റെ കുഞ്ഞെവിടെയാ പഠിക്കുന്നത്? സെയിന്റ് ആന്റണി. ആ, നീ ഏത് വേഷം കെട്ടി ലോകത്തിന്റെ ഏത് കോണിൽ ഒളിച്ച് താമസിച്ചാലും ഈ കരിമ്പുലി ആന്റണി നിന്നെ വീടിലടാ മഹാദേവ. ആന്റണി, ഞാൻ പറയുന്നത് കേൾക്ക്. Shut up! നീ പറയുന്നത് ഞാൻ കേൾക്കാൻ നീ ആരാ? കുസുലി ജമാലോ അല്ല കൂതറ കുഞ്ഞാമീനോ? ആരീ നീ? മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ദേശദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കാൻ ഞാൻ. ആന്റണി, എന്റെ കുഞ്ഞ് അപകടത്തിലാണ്. Shut up! ഇതുപോലുള്ള പല അഭ്യാസങ്ങളും കണ്ടിട്ടുള്ളവനെ കരിമ്പുലി ആന്റണി, യു ആർ അണ്ടർ അറസ്റ്റ്. Come on. വെയിറ്റ്. വേർ ഈസ് ദ വാറന്റ്? அந்த நடிகர் சிவாஜி கணேசனை மட்டும் நடிப்பு படிப்பிக்காதடா. இதாண்ட கண்ணா வார்ந்து. വാറന്റ് വായില്. എവിടെ ഇപ്പൊ? നാളെ രാവിലെ ടോയ്ലറ്റിൽ പോയി തപ്പിയാ മതി സാർ. എടാ, നീ വേറെ വാറന്റ് പോയി നാളെ വീട്ടിലേക്ക് വാ. ഞാൻ ഒരുങ്ങിയിരിക്കാം. വഴിന്ന് മാറേ. എങ്ങോട്ടായി പോന്നേ? സിനിമ ഷൂട്ടിംഗ് വണ്ടി ഇങ്ങോട്ട് പിടിക്കേ.